നമസ്കാരം, വെൽക്കം ടു സി കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഫേസ് മസാജ് മാസ്ക് ആണ്. നമ്മൾ ഈ മാസ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് മസാജ് മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫേസ് മസാജ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ പായ്ക്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്നത് മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിനെ നമ്മളൊരു ഫേസ് പാക്കാക്കി ഒരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റോ ഒക്കെ നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ വിടും. അതാണ് ഫേസ് മസാജ് മാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് അത്ര ഗ്ലോയി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് എല്ലാം കേക്കി ആയിട്ട് തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്കിൻ ടോൺ മാറ്റിയിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് മസാജ് മാസ്ക്. ഇന്നത്തെ മാസ്കിൽ ഒരു ചെറിയ സസ്പെൻസ് കൂടി ഉണ്ട്. അപ്പൊ നമുക്കത് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇന്നത്തെ ഫേസ് മസാജ് മാസ്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ്. ക്യാരറ്റ് തേനും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ ഫേസ് മസാജ് മാസ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്യാരറ്റ് എടുക്കുക. നമുക്കിതിന് ഒരു ക്യാരറ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ക്യാരറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് മാറ്റി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്കിനി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് എല്ലാം നമ്മൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ക്യൂബാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. വെള്ളം ചേർക്കാതെ നല്ല പൾപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ക്യാരറ്റ് പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് പൾപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ പൾപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ക്യാരറ്റ് ജ്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ജ്യൂസ് എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസാണുള്ളത്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പായ്ക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേനാണിനി. അപ്പോൾ തേൻ കുറച്ച് അതിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പായ്ക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായ്ക്കെല്ലാം റെഡിയായി. തേനും ക്യാരറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായ്ക്കെല്ലാം തയ്യാറായി. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായ്ക്കെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാജിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളൊരു തിക്ക് ലെയർ ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പിന്നെ ഇത് കുറച്ച് മെസ്സിയാണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നിക്കാണും. നമ്മൾ ആദ്യമേ കുറച്ച് ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്നുള്ളത്. ജ്യൂസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അതെന്തിനാന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ സസ്പെൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ജ്യൂസ് എടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ തേനും ക്യാരറ്റ് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഈ ഡ്രിങ്ക് ഡെയിലി കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പാക്കുകൾ ചെയ്യുന്നോ എന്ത് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നോ അതിൽ നിന്നെല്ലാം 100 ഇരട്ടിയായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ അത്രമേൽ ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഇതിൽ നല്ലൊരു ഡ്രിങ്ക് വേറെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ പാക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്നും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാനിത് ഈ പാക്ക് ചെയ്യുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ
ഫേസ് മസാജ് മാസ്ക് ആൻഡ് ഹെൽത്തി ഡ്രിങ്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.